ഭാരതീയ ജ്യോതിഷം കേവലം ഗ്രഹനിലകളുടെ കണക്കുകൂട്ടലുകളല്ല, മറിച്ച് അത് പ്രപഞ്ചത്തിലെ ഊർജവും മനുഷ്യജീവിതവും തമ്മിലുള്ള അദൃശ്യമായ ബന്ധത്തിന്റെ ശാസ്ത്രമാണ്. ആകാശമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ മൂന്നാമത്തേതായി ഉദിച്ചു നിൽക്കുന്ന കാർത്തിക പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. പുരാണങ്ങളിൽ അഗ്നിയുടെ നക്ഷത്രമെന്നും യുദ്ധദേവന്റെ നക്ഷത്രമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന കാർത്തിക പ്രകാശത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രതീകമാണ്. ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് കാർത്തിക നക്ഷത്ര ജാതകരുടെ സങ്കീർണവും എന്നാൽ ആകർഷണവുമായ സ്വഭാവ സവിശേഷതകളിലേക്കും അവരുടെ ഭാഗ്യ നമ്പർ കണ്ടെത്താനുള്ള യാത്രയിലുമാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്. അഗ്നി ഒരേ സമയം ദഹിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്യുന്നു. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വ്യക്തിത്വത്തിലും ഈ 3 ഭാവങ്ങൾ നമുക്ക് ദർശിക്കാം. അനാചാരങ്ങളെയും അനീതികളെയും ദഹിപ്പിക്കാനുള്ള വീര്യം, സ്വന്തം വ്യക്തിത്വത്തെ സ്വയം രാഗിമിനിക്ക് ശുദ്ധീകരിക്കാനുള്ള കഴിവ്, അറിവിലൂടെയും കർമ്മത്തിലൂടെയും സമൂഹത്തിന് പ്രകാശം നൽകാനുള്ള സന്നദ്ധത എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. സൂര്യന്റെ അധിപനായ ഈ നക്ഷത്രം ഒരു വ്യക്തിക്ക് നൽകുന്നത് അചഞ്ചലമായ ആത്മവിശ്വാസവും നേതൃത്വ പാഠവുമാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ ആകാശത്ത് ഒരു കൂട്ടം നക്ഷത്രങ്ങളുടെ സംഗമമാണ് കാർത്തിക. പുരാണങ്ങളിൽ ഇവരെ സുബ്രഹ്മണ്യ സ്വാമിയെ വളർത്തിയ 6 കാർത്തിക പെണ്ണുങ്ങളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ ബാഹ്യമായി കഠിനമെന്ന് തോന്നിച്ചാലും ഉള്ളിൽ മാതൃതുല്യമായ വാത്സല്യവും സംരക്ഷണ മനോഭാവവും കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഒരു വശത്ത് മൂർച്ചയുള്ള ആയുധത്തെ പോലെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാനുള്ള ആർജവം ഇവർക്കുണ്ട്. മറുവശത്ത് മറ്റുള്ളവരുടെ വേദനകളിൽ ആശ്വാസമേകാനുള്ള മൃദുല മനസ്സും ഇവർക്കുണ്ട്. കാർത്തിക നക്ഷത്രത്തിന്റെ സവിശേഷത അത് രാശിചക്രത്തിലെ 2 വ്യത്യസ്ത ഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. കാർത്തികയുടെ 1-ാം പാദം ചൊവ്വയുടെ ആധിപത്യമുള്ള മേടം രാശിയിൽ വരുന്നു. ഇത് ഒരു പോരാളിയുടെ വീര്യവും വേഗതയും നൽകുന്നു. എന്നാൽ ബാക്കിയുള്ള 3 പാദങ്ങൾ ശുക്രന്റെ ആധിപത്യമുള്ള ഇടവം രാശിയിലാണ് വരുന്നത്. അത് ഇവർക്ക് കലാപരമായ താല്പര്യങ്ങളും ഭൗതികമായ നേട്ടങ്ങളോടുള്ള ആഭിമുഖ്യവും നൽകുന്നു. ശക്തിയും സൗന്ദര്യവും അധികാരവും ആത്മീയതയും ഒരേപോലെ സമ്മേളിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളാണ് കാർത്തികക്കാർ. എന്തുകൊണ്ടാണ് ചില കാർത്തിക നക്ഷത്രക്കാർ ജീവിതത്തിൽ അസാമാന്യമായ ഉയരങ്ങൾ കീഴടക്കുന്നത്? അതിനു പിന്നിൽ അവരുടെ നക്ഷത്ര ഊർജവുമായി പൊരുത്തപ്പെടുന്ന ചില ഭാഗ്യ നമ്പറുകളും ജീവിതചര്യകളും ഉണ്ട്. സംഖ്യാശാസ്ത്രവും ജ്യോതിഷവും ഒത്തുചേരുമ്പോൾ കാർത്തികക്കാർക്ക് മുന്നിൽ വിജയത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു. 1, 3, 9 എന്നീ നമ്പറുകൾ ഇവരുടെ ജീവിതത്തിൽ കേവലം അക്കങ്ങളല്ല, മറിച്ച് പ്രപഞ്ചം അവർക്കായി കരുതിവെച്ച ഭാഗ്യമുദ്രകളാണ്. ഈ വീഡിയോയിലൂടെ കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന്റെ ആഴങ്ങളിലേക്കും അവരുടെ തൊഴിൽ, പ്രണയം, സാമ്പത്തികം എന്നീ മേഖലകളിലെ നേട്ടങ്ങളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഒരു കത്തിയുടെ മൂർച്ചയോടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനും സൂര്യന്റെ തിളക്കത്തോടെ സമൂഹത്തിൽ ശോഭിക്കാനും ഒരു കാർത്തിക നക്ഷത്രക്കാരനെ പ്രാപ്തനാക്കുന്നത് എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഭാഗ്യ നമ്പറുകൾ 1, 3, 9 എന്നിവയാണ്. ഓരോ സംഖ്യയും അവരുടെ ജീവിതത്തിൽ എപ്രകാരം സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതിനാൽ 1 എന്ന സംഖ്യ ഇവർക്ക് അതിപ്രധാനമാണ്. നേതൃത്വ പാഠവും ആത്മവിശ്വാസം, പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ധൈര്യം എന്നിവ ഈ സംഖ്യ നൽകുന്നു. മാസത്തിലെ 1, 10, 19, 28 തീയതികൾ ഇവർക്ക് ഗുണകരമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടാൻ ഈ സംഖ്യ സഹായിക്കുന്നു. കാർത്തിക നക്ഷത്രക്കാരുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് 3 എന്ന സംഖ്യ സഹായിക്കുന്നു. ജ്ഞാനം, വിദ്യാഭ്യാസം, ഉപദേശം എന്നീ മേഖലകളിൽ ശോഭിക്കാൻ ഈ സംഖ്യ തുണയ്ക്കുന്നു. 3, 12, 21, 30 തീയതികൾ ഇവർക്ക് ഭാഗ്യദായകമാണ്. കാർത്തികയുടെ ആദ്യപാദം മേടം രാശിയിലായതിനാൽ ചൊവ്വയുടെ പ്രഭാവം ശക്തമാണ്. ലക്ഷ്യബോധം, കഠിനാധ്വാനം, ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള ശേഷി എന്നിവ 9 എന്ന സംഖ്യ നൽകുന്നു. കാർത്തിക 1-ാം പാദക്കാർക്ക് 9 എന്ന സംഖ്യ അതിപ്രധാനമാണ്. 9, 18, 27 തീയതികൾ ഇവർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അനുയോജ്യമാണ്. ഇവരുടെ സ്വഭാവത്തിലെ പ്രധാന സവിശേഷതകൾ നോക്കുമ്പോൾ ഇവർ വളച്ചൊടിക്കാതെ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ്. മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ വിഷമമുണ്ടാക്കിയേക്കാം. എങ്കിലും സത്യം പറയുന്നതിൽ ഇവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അഗ്നി എപ്രകാരം അശുദ്ധിയെ ദഹിപ്പിക്കുന്നുവോ അതുപോലെ ജീവിതത്തിലെ കാപട്യങ്ങളെ ഇവർ വെറുക്കുന്നു. സൂര്യനും അഗ്നിയും ദേവതകളായതിനാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. എന്നാൽ ആ ദേഷ്യം അധിക നേരം നിൽക്കില്ല. തെറ്റ് തിരിച്ചറിഞ്ഞാൽ ക്ഷമ ചോദിക്കാനും ഇവർക്ക് മടിയില്ല. ആരുടെയും കീഴിൽ അമർന്ന് ജീവിക്കാൻ കാർത്തികക്കാർ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ ഇവർ പരിശ്രമിക്കും. ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനാണ് ഇവർക്ക് താല്പര്യം. കാർത്തിക നക്ഷത്രത്തെ കൃത്തിക എന്നും വിളിക്കുന്നു. പുരാണങ്ങളിൽ കാർത്തികേയനെ വളർത്തിയ കാർത്തിക പെണ്ണുങ്ങളുടെ കഥ പ്രസിദ്ധമാണ്. അതിനാൽ തന്നെ മറ്റുള്ളവരെ പരിപാലിക്കാനും സംരക്ഷിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളോടും ദുർബലരോടും ഇവർ വലിയ കരുണ കാണിക്കും. കാർത്തിക നക്ഷത്രക്കാരുടെ ബുദ്ധിശക്തിയും നിശ്ചയദാർഢ്യവും അവരെ പല മേഖലകളിലും ഉന്നത ശ്രേണിയിലെത്തിക്കുന്നു. സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ ഇവർ മികച്ച മാനേജർമാരോ ഭരണാധികാരികളോ ആകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിലായാലും കോർപ്പറേറ്റ് ലോകത്തായാലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും.
മൂർച്ചയുള്ള ബുദ്ധിയുള്ളവരായതുകൊണ്ട് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഗവേഷണം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളായ പാചകം, ലോകനിർമ്മാണം, മിലിറ്ററി, പോലീസ് എന്നിവയും ഇവർക്ക് അനുയോജ്യമാണ്. ഇടവം രാശിയിൽ വരുന്ന കാർത്തികക്കാർക്ക് ശുക്രന്റെ സ്വാധീനമുള്ളതിനാൽ സംഗീതം, അഭിനയം, ഫാഷൻ ഡിസൈനിങ്, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുണ്ടാകും. ഇവരുടെ ക്രിയേറ്റീവായ കഴിവുകൾ ലോകത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടും. തൊഴിലിടത്തിൽ നിങ്ങളുടെ നിലപാടുകൾ കർക്കശമായി അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ സഹപ്രവർത്തകരുമായി തർക്കത്തിന് കാരണമായേക്കാം. വിട്ടുവീഴ്ച മനോഭാവം വളർത്തിയെടുക്കുന്നത് തൊഴിൽപരമായ വളർച്ചയ്ക്ക് ഗുണകരമാകും. കാർത്തിക നക്ഷത്രക്കാർ പഠനകാര്യത്തിൽ വളരെ താല്പര്യമുള്ളവരാണ്. ഏതു വിഷയത്തെയും ആഴത്തിൽ പഠിക്കാൻ ഇവർ ശ്രമിക്കും. കുട്ടിക്കാലത്ത് ചിലപ്പോൾ അല്പം ശ്രദ്ധക്കുറവ് തോന്നാമെങ്കിലും മുതിരും തോറും ഇവർ വിജ്ഞാന സമ്പാദനത്തിൽ മുന്നിലെത്തും. ഗണിതം, സയൻസ്, നീതിശാസ്ത്രം എന്നിവ ഇവർക്ക് എളുപ്പത്തിൽ വഴങ്ങുന്ന വിഷയങ്ങളാണ്. ഭാഗ്യ നമ്പറായ 3ന്റെ സ്വാധീനം ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ നൽകുന്നു. കാർത്തിക നക്ഷത്രക്കാരുടെ സാമ്പത്തിക ജീവിതം മിക്കവാറും ഒരു സമ്മിശ്ര ഫലമായിരിക്കും നൽകുന്നത്. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ കഠിനമായ അധ്വാനം ആവശ്യമായി വരും. എന്നാൽ 30 വയസ്സിന് ശേഷം സാമ്പത്തികമായി ഇവർ മികച്ച നിലയിലെത്തും. ഭൂമി, സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഇവർക്ക് ലാഭകരമായിരിക്കും. ആഡംബര പ്രിയരായതുകൊണ്ട് ചിലപ്പോൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാക്കാൻ ഇവർ മുതിർന്നേക്കാം. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. കാർത്തിക നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സ്നേഹവും ഉത്തരവാദിത്വവും നിറഞ്ഞതാണ്. ഇവർ അമ്മയോട് അമിതമായ അടുപ്പം പുലർത്തുന്നവരായിരിക്കും. അമ്മയുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. കാർത്തിക നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായുള്ള ആശയവിനിമയം വളരെ പ്രധാനമാണ്. ഇവർക്ക് സ്വന്തം പങ്കാളിയോട് വലിയ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നതിൽ ചിലപ്പോൾ വൈമുഖ്യം കാണിച്ചേക്കാം. പങ്കാളിയെ നിയന്ത്രിക്കാനുള്ള പ്രവണത ഒഴിവാക്കിയാൽ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇവർക്ക് കഴിയും. മേടം രാശിയിലുള്ള കാർത്തികക്കാർക്ക് പങ്കാളിയുമായി കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇടവം രാശിയിലുള്ളവർ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവരാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും അഗ്നിതത്വ നക്ഷത്രമായതുകൊണ്ട് ചൂട് സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉദരരോഗങ്ങൾ, കണ്ണിൻ അസുഖങ്ങൾ, പനി, രക്തസമ്മർദ്ദം എന്നിവ ഇവർ ശ്രദ്ധിക്കണം. എരിവും പുളിയും കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഉചിതം. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. അമിതമായ ദേഷ്യം രക്തസമ്മർദ്ദത്തിന് കാരണമാകും. ധ്യാനവും യോഗയും ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. മേടം നവാംശത്തിൽ ഉൾപ്പെടുന്ന കാർത്തിക 1ാം പാദക്കാർ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും സ്വാധീനം കൂടുതലുള്ളവരാണ്. ധൈര്യം, ആത്മവിശ്വാസം, സയൻസിലുള്ള താല്പര്യം എന്നിവ കൂടുതലായിരിക്കും. ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക 2ാം പാദക്കാർ കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ കഠിനാധ്വാനികളായിരിക്കും. ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക 3ാം പാദക്കാർ മാനുഷിക മൂല്യങ്ങൾ കൂടുതലുള്ളവരാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിലും ആത്മീയതയിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക 4ാം പാദക്കാർ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. കലകളോടും സംഗീതത്തോടും വലിയ താല്പര്യം പ്രകടിപ്പിക്കും. ദയാലുക്കളായിരിക്കും. ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ആത്മവിശ്വാസവും ആരോഗ്യവും വർദ്ധിപ്പിക്കും. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ദോഷങ്ങളകറ്റാൻ സഹായിക്കും. ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നിവയാണ് കാർത്തികയുടെ ഭാഗ്യനിറങ്ങൾ. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി പോകുമ്പോൾ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും അഗ്നിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ക്ഷേത്രങ്ങളിൽ നൽകുന്നതും നല്ലതാണ്. ഓം അഗ്നേയ നമഃ അല്ലെങ്കിൽ ഓം ശരവണ ഭവായ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. സമൂഹത്തിൽ മാതൃകാപരമായ വ്യക്തിത്വമായി മാറാൻ കാർത്തികക്കാർക്ക് എളുപ്പത്തിൽ സാധിക്കും. തങ്ങളുടെ സത്യസന്ധതയും കൃത്യനിഷ്ഠയും മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. അനീതിക്കെതിരെ പോരാടാനുള്ള ഇവരുടെ മനസ്സും എടുത്തു പറയേണ്ട ഒന്നാണ്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി നിൽക്കാൻ ഇവർ എപ്പോഴും തയ്യാറായിരിക്കും. എങ്കിലും താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന വാശി ഉപേക്ഷിക്കുന്നത് സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി ബഹുമാനിക്കാൻ പഠിക്കുന്നത് ഇവരെ ഒരു പരിപൂർണ വ്യക്തിത്വത്തിന് ഉടമയാക്കും. കാർത്തിക നക്ഷത്രം എന്നത് ഊർജ്ജസ്വലതയുടെയും ശുദ്ധീകരണത്തിന്റെയും പ്രതീകമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അഗ്നിയെപ്പോലെ തിളങ്ങാനും ചുറ്റുമുള്ള ഇരുട്ടിനെ മാറ്റാനും കഴിവുള്ളവരാണ്. ഭാഗ്യ നമ്പറുകളായ 1, 3, 9 എന്നിവ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ സഹായിക്കുന്നു. സ്വന്തം കഴിവിലുള്ള വിശ്വാസവും ആത്മീയമായ അച്ചടക്കവും കൂടിച്ചേർന്നാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അജയരായി മാറാൻ സാധിക്കും. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാനും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിച്ചേരാനും ഇവർക്ക് ജന്മനാ തന്നെ കഴിവുണ്ട്. സൂര്യന്റെ തേജസ്സും സുബ്രഹ്മണ്യന്റെ വീര്യവും അഗ്നിയുടെ ശുദ്ധിയും സമ്മേളിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ എന്നും ലോകത്തിനൊരു വെളിച്ചമായിരിക്കും.